സ്കൂൾ സമയ പുനഃക്രമീകരണത്തിലെ സമസ്തയുടെ എതിർപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തീരുമാനം എടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അരമണിക്കൂർ കൂടുതൽ പഠിപ്പിച്ചാൽ എന്താണ് പ്രശ്നമെന്ന് മന്ത്രി. പരാതിക്കാരുമായി സംസാരിക്കാൻ തയ്യാറെന്നും മന്ത്രി പറഞ്ഞു. ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അങ്ങനെ നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിച്ചുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ നമ്മളെ കുട്ടികളുടെ എല്ലാം വിദ്യാഭ്യാസമാണ്. നമ്മുടെ കുട്ടികൾ അരമണിക്കൂർ കുറച്ച് പഠിച്ചാൽ മതി എന്ന് നാട്ടിൽ ജനങ്ങൾ തീരുമാനിച്ചാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. 15 മിനിറ്റ് രാവിലെയും 15 മിനിറ്റ് വൈകുന്നേരമാണ് ഈ സമയം കറക്റ്റ് ചെയ്ത് തരുന്നത്. ഇത് ഞങ്ങൾ കമ്മീഷൻ തീരുമാനിച്ച് തന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം എന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. മുഖ്യമന്ത്രിയായിട്ട് ആലോചിക്കട്ടെ. മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ച ശേഷം നമുക്കൊരു പിടിവാശിയില്ല. പക്ഷെ കുട്ടികളുടെ ഗുണമേന്മ വിദ്യാഭ്യാസം അത് നടത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള സമയം കിട്ടേണ്ടതായിട്ടുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിദ്യാഭ്യാസം. ഷമീർ അബ്ദുൾ ചേരുന്നു വിവരങ്ങളുമായി. ഷമീർ, സമസ്തയുടെ എതിർപ്പിൽ ഏതായാലും വിദ്യാഭ്യാസ മന്ത്രിക്ക് ആ ഒരു നിലപാടിനോട് യോജിപ്പില്ല എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന്. മുഖ്യമന്ത്രിയോട് ആലോചിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു പുനഃപരിശോധന ഉണ്ടാകുമോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? മന്ത്രി പറഞ്ഞത് സർക്കാരിനെ സംബന്ധിച്ച് ഇത്തരം എതിർപ്പുകളൊന്നും കാര്യമായി എടുക്കുന്നില്ല. കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. എന്തായാലും മുഖ്യമന്ത്രിയുമായി വിഷയം സംസാരിക്കട്ടെ, അതിനുശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാം. ഈ എതിർപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് സർക്കാരിനോ വിദ്യാഭ്യാസ വകുപ്പിനോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പിടിവാശിയുമില്ല. എന്തായാലും ഇതിൽ പരാതിയുള്ള സംഘടനകൾ, ഇപ്പോൾ സമസ്ത പരാതി ഉന്നയിച്ചു, മറ്റ് സംഘടനകൾക്ക് പരാതി ഉണ്ടെങ്കിൽ ആ സംഘടനകളുമായി സംസാരിക്കാൻ തയ്യാറാണ്. പക്ഷേ അരമണിക്കൂർ കൂടുതൽ ഈ കുട്ടികളെ പഠിപ്പിച്ചാൽ എന്താണ് പ്രശ്നമെന്നാണ് മന്ത്രി ചോദിക്കുന്നത്. ഇപ്പോൾ തന്നെ പല സ്കൂളുകളിലും ഈ സമയക്രമീകരണമുണ്ട്. സമയം കൂടുതൽ വേണ്ട ഒരു കാലഘട്ടത്തിലാണ് വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് സർക്കാർ അത്തരത്തിലൊരു തീരുമാനമെടുത്തത്. അല്ലാതെ ഒരു മതവിഭാഗത്തിനെയോ അല്ലെങ്കിൽ ഒരു സംഘടനകളുടെയോ എതിർപ്പിനെയോ അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളെയോ തെറ്റിക്കുന്ന രീതിയിൽ ഒരിക്കലും ഇത്തരത്തിൽ പോയിട്ടില്ല. മദ്രസ സമയം ഒക്കെ ക്രമീകരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ കുട്ടികളുടെ പ്രാഥമികമായി നൽകേണ്ട വിദ്യാഭ്യാസം അത് കൊടുത്തേ പറ്റൂ. അതിന് സമയം ആവശ്യമാണ്. പക്ഷേ ഈ വിഷയത്തിൽ സർക്കാരിന് പിടിവാശിയില്ല. അത് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച ശേഷം കൂടുതൽ കാര്യങ്ങൾ ആലോചിക്കാം. എന്തായാലും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന കാര്യമല്ലേ, അതിൽ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ വരട്ടെ എന്നാണ് മന്ത്രി അദ്ദേഹത്തിന്റെ സൗണ്ട് ബൈറ്റ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ലക്ഷ്മി പത്മ.